ഇപ്പോഴാണ് അടിപൊളിയായത്. എന്റെ പൊന്നോ, വിഗ് വെച്ചിട്ട് പിന്നെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മാറുന്നില്ലല്ലോ. ഇപ്പൊ നമുക്ക് സുന്ദരനായില്ലേ, സുമുഖനായില്ലേ, സൽഗുണ സമ്പന്നനായില്ലേ. സൽഗുണമൊന്നും പറയണ്ട, സുന്ദരനായി, സുമുഖനായി, സുശീലനായി. ഞങ്ങള് പാരമ്പര്യമായിട്ട് സുന്ദരന്മാരാ. അയ്യോ, അല്ലാണ്ട് ഞാനിപ്പോ കാശ് മുടക്കിയിട്ട് സുന്ദരനായതല്ല അല്ലേ? നീ ഇപ്പോഴാണ് വർക്കിയുടെ ഭാര്യയായത്. ആ ആമ്പിള്ളാരുടെ വർത്താനം കേട്ടോണ്ട് ഇപ്പൊ ഉള്ള ഗോമൂത്രം തലയിൽ തേച്ചോണ്ട് നടന്നിരുന്നെങ്കിൽ എന്തായേനെ? ഇപ്പൊ ഒരു വിഗ് മേടിച്ചു വെച്ചപ്പോ എന്ത് മെനയായി. ഇത് നിനക്ക് പണ്ടേ തോന്നേണ്ടതായിരുന്നു. ഞാൻ അറിഞ്ഞോ നിങ്ങൾ ഇങ്ങനെ മുടിക്ക് ഇത്ര ആക്രാന്തം പിടിച്ച് നടക്കുവാന്ന്? ഇത് അറിഞ്ഞിരുന്ന പണ്ടേ ചെയ്യാം. ഇതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യണം. ഇപ്പൊ ഇച്ചിരി വൃത്തിയും മെനയൊക്കെ ആയി. ഇപ്പൊ എന്റെ കൂടെയൊക്കെ കൊണ്ടു കിടന്നാ എനിക്കിപ്പോ കെട്ടിയവനാണെന്നൊക്കെ പറയാം. ഇനി എനിക്ക് വേണം ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി നടക്കാൻ, ആരെയൊന്ന് വളയ്ക്കാൻ നോക്കാൻ, അല്ല കാണിക്കാൻ നോക്കാൻ. എന്തായാലും കൊള്ളാം, കാശ് പോയെങ്കിൽ എന്താ, മെനയായി ഇപ്പൊ കാണാൻ കൊള്ളാം. ഫ്രണ്ട് കുറച്ചും കൂടി ചെമ്പിപ്പിക്കണം അല്ലേ? അയ്യോ, ഇങ്ങനെ ചെമ്പിപ്പിച്ചിട്ട് എന്തിനാ? വിഗല്ലെന്ന് അറിയാനോ? ഇത് വേണ്ടായിരുന്നു ഈ ചെമ്പിപ്പിക്കല്. ഇപ്പൊ ഒരുമാതിരി ചുള്ളൻ ചെറുക്കന്മാരെ പോലെ ആയി, പ്രായം കുറേ അങ്ങ് കുറഞ്ഞ പോലെ. ഇപ്പൊ നിന്റെ കൂടെ നിൽക്കുമ്പോഴേ എനിക്ക് കുറച്ച് പ്രായക്കുറവ് തോന്നുന്നുണ്ട്. എത്ര പ്രായക്കുറവൊന്നും ഇല്ല, കള്ളക്കളവൻ പോടുന്നു. കുശുമ്പിന് അതിരില്ല. ശരി 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 ശരി. ഹലോ. അല്ല, നമ്മൾ പരിചയപ്പെട്ടില്ല. അതാ പേര് ആര്യാന്നല്ലേ? എനിക്കറിയാം. മറ്റേ സ്ഥലം പാലക്കാടല്ലേ? അല്ല, തൃശ്ശൂരാ. തൃശ്ശൂരായിരുന്നാ? ചേട്ടന്റെ പേര് ജീവൻ. ജീവനാണ്. നല്ല പേരാട്ടോ. എന്നെ ചെയ്യുന്ന. അല്ല, ഇപ്പൊ ഈ കുട്ടി എന്ത് ചെയ്യുന്നു? അല്ല, ഭയങ്കര ചൂടായോണ്ട് കുറച്ച് വെള്ളം കുടിച്ചോണ്ടിരിക്കായിരുന്നു. നല്ല തമാശ. അല്ല, ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? പഠിക്കുവോ അതോ അങ്ങനെ എന്തെങ്കിലും ജോലി? പഠിപ്പൊക്കെ കഴിഞ്ഞല്ലേ? പക്ഷെ ജോലിയൊന്നും കറക്റ്റ് ശരിയായിട്ടില്ല ചേട്ടാ. ആ, അതൊക്കെ ഇച്ചിരി കഷ്ടപ്പെടണം. ഭയങ്കര ബുദ്ധിമുട്ടാ. പിന്നെ ഞാൻ ഈ സിനിമ ഫീൽഡിലൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യാൻ, സിനിമയിലൊക്കെ അഭിനയിക്കണ്ടോ ചേട്ടാ? അല്ല, വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഇങ്ങനെ താമസിക്കുന്നു. ഒന്നും ആയിട്ടില്ല, ആയി വരും. ഉടനെ തന്നെ ആവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചേട്ടൻ സിനിമയിലൊക്കെ അടിപൊളിയാവട്ടെ ചേട്ടാ. അടിപൊളി. നമ്മുടെ ഈ ലുക്കൊക്കെ വെച്ച് എങ്ങനെയെങ്കിലും കയറി പോകും. പിന്നെ ഇപ്പം ഇവിടെ എത്ര ദിവസം ഉണ്ടാവും? കുറച്ചാള് നിക്കണം എന്നൊക്കെ ഉണ്ട് അവളുടെ കൂടെ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കമ്മിറ്റഡ് ആണോ? അങ്ങനെയൊക്കെ ചോദിച്ചാ ഇല്ല, ഞാൻ അച്ഛനമ്മ പറയുന്ന കേൾക്കുന്ന കുട്ടി ആണോ? ഞാനും അത്രയൊക്കെ ആഗ്രഹിക്കുന്നുള്ളു. പിന്നെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ജോലി നോക്കിയാൽ കുറച്ചാൾ ഇവിടെ താമസിക്കാം അല്ലേ? അങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ട്. ആ, അങ്ങനെയൊക്കെ ഒരു പ്ലാൻ. എപ്പോ വന്ന്? കൊറേ നേരമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അതെ അതെ. ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു. ഇവിടെ നല്ല കാലാവസ്ഥ, അന്തരീക്ഷമൊക്കെ ആയിട്ട് താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ. അതെ അതെ. അല്ല നിത്യ, ചേട്ടൻ സിനിമയിലൊക്കെ നീ പറഞ്ഞില്ലല്ലോ? അതെ 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 അതെ. അല്ല, അത് സിനിമയിൽ ആയി വരുന്ന കാര്യം ഞാൻ അതെ മോനെ ജീവ, നിന്റെ പെർഫോമൻസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ അഭിനയിച്ചില്ല. അതുണ്ടല്ലോ, എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് വേണ്ട. ഞാൻ അത്തരക്കാരനാണ്. നീ ഇത് എനിക്ക് ഇപ്പോഴും ആ സ്വഭാവം തന്നെയാണല്ലേ? ആ ചേട്ടൻ എന്ത് നല്ല പാവാ. പരിചയപ്പെടുന്നതിന്റെ അങ്ങനെ തെറ്റിദ്ധരിച്ച് മോശമായിപ്പെട്ടു. ബസ് സ്റ്റോപ്പിൽ പോയി നിക്കണ രാവിലെ വൈകുന്നേരം. നല്ല യോഗ്യത ഉണ്ട് അതിന്. തമാശ പറഞ്ഞല്ലേ? വീഴും, ആരെങ്കിലും വീഴും. തമാശ പറഞ്ഞ എന്നാ ശരി. എന്നാ ഞാൻ അപ്പുറത്തുണ്ടാവും. എനിക്ക് കുറച്ച് പഠിക്കാൻ. അതെ അതെ അതെ, പൊക്കോ. നിന്നോടല്ലേടി ഞാൻ പറഞ്ഞ അവൻ വായി നോക്കിയാണ് അവനോട് മിണ്ടാൻ പാടില്ലാന്ന്. എന്നാൽ ആ ചേട്ടൻ എന്നോട് ഇത്ര മാന്യമായിട്ട് പെരുമാറിയത്. അപ്പൊ ഞാൻ അതുമല്ല സംസാരിക്കുള്ളൂ. ശരി, നീയൊക്കെ അനുഭവിക്കുമ്പോഴേ പഠിക്കുള്ളൂ. എന്തെങ്കിലും ചെയ്യും. ഇവളെന്തും കാണിക്കുന്നു. ഹലോ, എന്തൊക്കെയായിരുന്നു? എന്റെ 2 ആൺപിള്ളേരുണ്ട് ഇവിടെ, അവരുടെ ചാരിത്രം നഷ്ടപ്പെട്ടു പോവും. എന്തൊക്കെയായിരുന്നു? മലപ്പുറം കത്തി. എന്തൊരു വായി നോക്കിയാണ് ഈശ്വര, ഇത്തരം വായി നോക്കി ഇതുവരെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആരെ പറ്റിയാ പറയുന്നത്? വെറുതെ അല്ല ആ കിരണും ജീവനും അടയും ചക്കരയായിട്ട് നടക്കുന്നത്. എന്തുകൊണ്ടാന്നറിയോ? രണ്ടും പറ്റിയ കമ്പനിയാ, ചക്കിക്കൊത്ത ചങ്കരൻ. നീ എന്തോ പറയുന്നത്? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അയ്യോ, ആന്റിന്റെ റേഷൻ കടയില് പേരില്ലാത്ത മോനുണ്ടല്ലോ ജീവൻ, അവനെ എന്റെ കൂട്ടുകാരിന് ലൈൻ അടിച്ചോണ്ടിരിക്കായിരുന്നു.
ദേ നിത്യമോളെ വെറുതെ ആവശ്യമില്ലാത്ത വർത്താനം പറയുന്നു. അയ്യോ, മോനെ കുറിച്ച് പറഞ്ഞാല് പിടിക്കത്തില്ല അല്ലേ? ഇപ്പൊ അവനെ ഇവിടുന്ന് ഇറക്കണം. അവൻ അവളെ വളക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ അല്ലെങ്കിൽ തന്നെ അവനെ ഇറക്കി വിടേണ്ട കാര്യം എന്തോ? അവനെ ഇവിടെ പൈസ തന്നിട്ടാ താമസിക്കുന്ന. നിന്റെ കൂട്ടുകാരി എനിക്ക് പൈസ തരുന്നുണ്ടോ? ഓഹോ, അപ്പൊ എന്നെക്കാളും വലുത് ആന്റിക്ക് പൈസയാണല്ലേ? എന്റെ കൂട്ടുകാരിയോട് അവൻ അപമര്യാദയായി പെരുമാറിയ ആന്റിക്ക് ഒരു ചുക്കൂല്ല അല്ലേ? എന്തോ അപമര്യാദയായിട്ട് പെരുമാറിയെന്ന് ഞാനല്ലേ കണ്ടുള്ളൂ. എന്തോ കണ്ടെന്ന് എനിക്കത് പറയാൻ താല്പര്യമില്ല. ചിലപ്പോ ഒന്നും മിണ്ടാൻ വന്ന് കാണും, അത്രയല്ലേ ഉള്ളൂ. അയ്യോ, എന്തിനാ ആന്റി ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നേ? എന്നാ ആന്റിക്ക് അവന് ഇതേ സ്വത്തൊക്കെ അങ്ങ് എഴുതി കൊടുത്തൂടെ? ചിലപ്പോ എഴുതി കൊടുത്തെന്നിരിക്കും. എന്നാ ആന്റി അവന് സ്വത്തും എഴുതി കൊടുത്തിട്ട് അവനെ മോനായിട്ട് സ്വീകരിച്ച് ഇവിടെ ഇരുന്നു. ഇനി മേല എന്നെ ഫോൺ പോലും ചെയ്തു പോലും ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ പോവാ. നീ ഇത്ര കിടന്ന് തുള്ളേണ്ട കാര്യം എന്താ നിത്യമോളെ? എനിക്ക് ഇപ്പൊ അറിയണ ഞാനാണോ ആന്റിക്ക് വലുത്, ആ ജീവനാണോ? എന്തായാലും ഞാൻ അവരോടൊന്ന് ചോദിക്കട്ടെ, കാര്യം അറിഞ്ഞിട്ട് മതി. നീ പറയുന്ന ഒരു വശം മാത്രം കേട്ടാ പോരല്ലോ. ഞാൻ പറയുന്ന വശം മാത്രം കേട്ടിട്ട് ആന്റിക്ക് അവനെ തെറി പറയാൻ പറ്റോ ഇല്ല? എനിക്ക് ഇപ്പൊ അറിയണം. എന്റെ കുഞ്ഞെ, ഞാനൊന്ന് പോയി ചോദിക്കട്ടെ, നീ അങ്ങോട്ട് ചെല്ല്. അങ്ങനെ ഇപ്പൊ ചോദിക്കണ്ട, എന്റെ മുന്നിൽ തന്നെ ചോദിച്ചാൽ അവന് തെറി പറയണം. എനിക്കത് കേൾക്കണം. അതെന്തിനാ? ഞാൻ അവനോട് പേഴ്സണലായിട്ട് ചോദിച്ചിട്ട് വന്ന് പറഞ്ഞാ പോരെ? ഓ, പേഴ്സണലായിട്ട് ചോദിച്ചിട്ട് അങ്ങ് ഇതാക്ക്. എനിക്ക് കലി വരുന്നുണ്ട്. ഞാൻ ശരിയാക്കി തരുന്നു. എന്തായാലും ഒന്ന് അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. ജിയോ മോനെ, ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കാൻ വന്നു. എന്താണ്? നീ ആ ആര്യയുടെ പുറകെ നടന്ന് വർത്താനം പറയുവോ ശല്യം ചെയ്യുവോ എന്തെങ്കിലും ചെയ്തായിരുന്നോ? ഞാൻ അങ്ങനെ ശല്യം ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. എന്നിട്ട് നിത്യ പറഞ്ഞല്ലോ അവളുടെ പുറകെ നടന്ന് ഏത് നേരം വർത്താനം വന്നു. അത് രാവിലെ ഞാൻ ആ ആര്യനെ കണ്ടപ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് സംസാരിച്ചു, അല്ലാണ്ട് ശല്യമായിട്ടൊന്നും ചെയ്തു. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചു ശല്യമായിട്ടൊക്കെ. പിന്നെ നീ എങ്ങനെയാ ഉദ്ദേശിച്ചത്? ജസ്റ്റ് നമ്മളൊരു വീട്ടിൽ താമസിച്ചപ്പോഴത്തേക്ക് നമ്മൾ അടുക്കള വെച്ച് കണ്ടപ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് സംസാരിച്ചു. അത് കൊള്ളാവല്ലോ. പേരെന്താണ്, വീട് എവിടെയാന്നൊക്കെ ചോദിച്ചു. ഒരു വീട്ടിൽ താമസിക്കുമ്പോ നീ അങ്ങ് കയറി അറ്റാക്ക് ചെയ്ത് സംസാരിക്കുന്നു. അപ്പൊ ഇനി നീ ഇരിക്കുമ്പോ ആ സോഫയിൽ എങ്ങാനും വന്ന് ഇരുന്നാല് ഒരു സോഫയിൽ ഇരിക്കുന്നല്ലേന്ന് കരുതി നീ അങ്ങ് കയറി പിടിക്കുവോ? എന്താണ് ക്ലാരാൻഡി ഇങ്ങനെയൊക്കെ പറയുന്നത്? ജീവ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. വെറുതെ പേര് ദോഷത്തിന് ഇട നൽകരുത്. ഒന്നാമത്തെ കാര്യം, പുറത്തുനിന്ന് വന്ന് നിൽക്കുന്ന ഒരു പെങ്കൊച്ച്, അവള് നിന്നെ പറ്റി എന്തേലും കംപ്ലൈന്റ് നിത്യോട് പറയും. നിത്യ വന്ന് അത് എന്നോട് പറയും. പിന്നെ എനിക്കാ നാണക്കേട്. ഇതുപോലെ ഉള്ള അവന്മാരെയാണോ ഞാൻ ഇവിടെ താമസിപ്പിച്ചേക്കുന്നതെന്ന് അവൾ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തോ മറുപടി പറയും? എനിക്കിപ്പോ ഇതിനൊരു മറുപടിയും പറയാനില്ല. നീ എന്നത്തിനാന്ന്? അവര് വരുവോ പോകുവോ, അല്ലെങ്കിൽ നിത്യയുടെ കൂട്ടുകാരിയല്ലേ, അവളും മിണ്ടുവല്ലോ. നിങ്ങൾ എന്തിനാന്ന് കയറി മിണ്ടാ നിൽക്കുന്നത്? ഓക്കെ, നമ്മളിപ്പോ തെറ്റുകാരൻ. ശരി, നമ്മളിനി മിണ്ടുന്നില്ല. ശ്രദ്ധ ഉണ്ടാകണം. എൻ്റെ വീട്ടിൽ താമസിക്കുമ്പം ഇവിടെ കുറെ ചിട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പാലിക്കണം. അല്ലാതെ വരുന്നവരോടും പോകുന്നവരോടും മുഴുവൻ അങ്ങനെ കയറി അങ്ങ് ഇന്റിമസി ആകുവും അറ്റാച്ച് ചെയ്ത് ഭയങ്കര ഇതായിട്ട്. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ലായിരുന്നു. ഇപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ആക്കി ഒന്നും ഉദ്ദേശിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞു കേട്ടല്ലോ. കടൽ കാറ്റിനെങ്കിൽ ഒരുമാതിരി അവസ്ഥയായിപ്പോയല്ലോ. എന്നാണോ വരുന്നത്? വാടകയും കൊടുക്കണം. ഇവരൊക്കെ വായിരിക്കുന്ന കേട്ടോണ്ട് ഇവിടെ താമസിക്കാൻ തന്നെ ബുദ്ധിമുട്ട്. ഞാൻ പെങ്കുച്ചിൻ്റെ മുമ്പിലെങ്ങാനും വെച്ച് വാടകയുടെ കാര്യം സംസാരിച്ച് കഴിഞ്ഞാൽ മൊത്തം പണിയും പാടും. ഏട്ടാ, എന്താണ്? അതെ, ഒരു കാര്യം അറിയാൻ വേണ്ടി വന്നാ. എന്താ അറിയണ്ട്? ഞാനിവിടെ ഒരു സ്ഥലം വരെ വന്നാ. അപ്പോൾ നമ്മൾ വണ്ടി കേടായി. താമസിക്കാൻ വലിയ സ്ഥലം കിട്ടുമോന്നറിയാൻ വേണ്ടി വന്നാ. താമസിക്കാൻ ഇവിടെ അടുത്തങ്ങനെ സ്ഥലമൊന്നും കിട്ടില്ല. ടൗണിലോട്ട് പോകേണ്ടി വരും. ടൗണോ? ടൗണിൽ പോകേണ്ടി വരും. നിങ്ങളുടെ പേരെന്തെന്നാ? എൻ്റെ പേര് ഫോർട്ട് ബിലാല്. ഫോർട്ട് ബിലാലിക്ക. ബിലാലിക്ക അറിയോ? പക്ഷേ ഈ ബിലാലിക്ക എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഈ സ്ലാങ്ങുമായിട്ട് അങ്ങോട്ട് ചേരണില്ലല്ലോ അങ്ങോട്ട്. അതെ, ഞാൻ ഫിലിമിൽ വർക്ക് ചെയ്യണേ. അപ്പൊ ഫിലിമിൽ വർക്ക് ചെയ്യണേ? ഫിലിമിൽ വർക്ക് ചെയ്യണേ. അയ്യോ, അല്ല സാറ് ഏത് ഫിലിമിൽ വർക്ക് ചെയ്യണേ? ഞാനിപ്പോ നമ്മുടെ പാലക്കാടില്ലേ, പാലക്കാട് ഒരു അഗ്രഹാരത്തിൽ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവിടുത്തെ സ്ലാങ് കയറി വരുന്നതാ. സാറിന് ഇപ്പൊ എന്ത് സാറിന് വേണ്ടത്? റൂമാണ് വേണ്ടത്? എനിക്ക് റൂം ഇവിടെ അടുത്ത് വല്ലതും കിട്ടാൻ വല്ല വഴിയുണ്ടോ? അടുത്ത് റൂമൊക്കെ കിട്ടാൻ ഭയങ്കര പാടാ, ഭയങ്കര ചാർജാണ്. ഇവിടെ നിന്ന് പോകാനൊക്കെ ഭയങ്കര ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ ഞങ്ങള് താമസിക്കുന്ന ഒരു റൂമുണ്ട്. അല്ല, ഞാനവിടെ ഗസ്റ്റായിട്ട് താമസിക്കുന്നത് കുഴപ്പമില്ല. നമുക്കറിയാവുന്ന വേണ്ടപ്പെട്ട നല്ല ആൾക്കാരാ. കുഴപ്പമുണ്ടാവില്ല? ഒരു കുഴപ്പമില്ല. എനിക്ക് ഒരു ദിവസത്തേക്ക് മതി.
ഒരു ദിവസത്തേക്ക് ഞാൻ എൻ്റെ കൂടെ താമസിക്കണം, എന്നാലേ നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകത്തുള്ളൂ. അല്ല എനിക്കും സിനിമയിലൊക്കെ എനിക്ക് നമുക്ക് വന്നിട്ട് അഭിനയിക്കും. നമുക്ക് നോക്കാം, ഇവിടെ നമുക്ക് നോക്കാം. എനിക്കപ്പേ നാളെ പ്രൊഡക്ഷൻ ടീം വരുള്ളൂ. അപ്പൊ എനിക്ക് അവരെ കാണാലോ. അത് ഞാൻ പരിചയപ്പെടുത്തരാം. അപ്പൊ എനിക്ക് താമസത്തിന്റെ കാര്യം താമസമൊക്കെ ഞാൻ സെറ്റ് ആയിക്കോളാം. എന്റെ ബാഗ് എടുത്തിട്ട് വന്നാലോ? ബാഗ് ഞാൻ എടുക്കാം സാറേ. ഞാൻ എടുത്തോണ്ട് ഇല്ല, ഞാൻ വരാം സാറേ. ചേട്ടൻ പോരെ? ഞാൻ എന്ത്